ഇന്ദുലക്ഷ്മി ഭാഗം 15. ഇന്ദുവിന്റെ ഒപ്പം ബാക്ക് സീറ്റിലാണ് ലക്ഷ്മിയും ഇരുന്നത്. കിച്ചുവിന് അവളെ നോക്കാൻ നല്ല ചമ്മലുണ്ടായിരുന്നു. പേരിനു വേണ്ടി അവളോട് എന്തൊക്കെയോ സംസാരിച്ചു. ബേക്കറിയുടെ മുന്നിൽ വണ്ടി നിർത്തി ഇന്ദുവിന്റെ ഒപ്പം കിഷോറും ലക്ഷ്മിയും ഇറങ്ങി. കിഷോർ രാഹുലിന്റെ അടുത്തേക്ക് പോയപ്പോൾ പരിചയമുള്ള സ്റ്റാഫൊക്കെ ലക്ഷ്മിയോട് വന്ന് സംസാരിച്ചു. ഒടുവില് അവർ രണ്ടും ഒന്നായി അല്ലേ, നീ പുറത്തും, സുജ ഇന്ദുവിന്റെ ചെവിയിലായി പറഞ്ഞു. അല്ലെങ്കിലും ഞാൻ പുറത്തു തന്നെയായിരുന്നു. കുറച്ചു ദൂരെയായി നിന്ന ലക്ഷ്മിയെ നോക്കിയാണ് ഇന്ദു പറഞ്ഞത്. നിനക്ക് സങ്കടമില്ലേ പെണ്ണേ? ഞാനായിരുന്നേ പോയി കേസ് കൊടുത്തേനെ. തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കള്ളാവും. കല്യാണം ആകുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ ആണല്ലോ എന്ന് മനസ്സിലായപ്പോ തോന്നിയ സങ്കടം. ഇപ്പൊ ഞാൻ പൊരുത്തപ്പെട്ടു. കിച്ചുവേട്ടനോട് ആദ്യം തോന്നിയിരുന്ന സ്നേഹമൊക്കെ ഇപ്പൊ ഒലിച്ചുപോയി. അല്ലെങ്കിലും പുള്ളി എന്നോട് ആദ്യമേ അടുപ്പമൊന്നും കാണിച്ചിട്ടില്ല. ഒരു കണക്കിന് അതും നന്നായി, എന്നെ ആശിപ്പിച്ചില്ലല്ലോ. ഇന്ദു, സുജ, നിങ്ങൾക്ക് മാത്രം എന്താ ഇതിനു വേണ്ടി സംസാരിക്കാൻ? രാഹുലിന്റെ ശബ്ദം ഉയർന്നപ്പോൾ രണ്ടുപേരും ഞെട്ടി തിരിഞ്ഞു നോക്കി. മറ്റുള്ള സ്റ്റാഫ്സ് ചിരിക്കുന്നുണ്ട്. തുടങ്ങി, നമ്മളോട് എന്തോ വൈരാഗ്യമുണ്ട് ഈ കാട്ടുമാക്കാന്, സുജ പിറുപിറുത്തു. നീ വിഷമിക്കണ്ട, ഇങ്ങനെ കെട്ടുന്ന പെണ്ണുമ്പിള്ള ഫുൾ ടൈം സംസാരിച്ച് ആ കാലന്റെ ചെവി അടിച്ചു പോകാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഇന്ദുവും ചുണ്ടനക്കി. വാട്ട്? രാഹുൽ ഇന്ദുവിനെ തറപ്പിച്ചു നോക്കി. ഒന്നുമില്ല സാർ. ലക്ഷ്മിയെ നോക്കിയപ്പോൾ അവൾ സാരമില്ലെന്ന് കണ്ണടച്ച് കാട്ടി. അവിടെ നിന്നിറങ്ങിയിട്ട് കിഷോർ ലക്ഷ്മിയുമായി പോയത് മീനാക്ഷിയുടെ അടുത്തേക്കാണ്. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ.